അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫാണ്. നമുക്ക് ഈ മൊഡ്യൂളിൽ മെയിനായിട്ട് 4 ആപ്ലിക്കേഷൻസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റത്തെ ആപ്ലിക്കേഷനാണ് കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ 2 ഐലൻഡ്സ് സി ആൻഡ് ഡി ഉണ്ട്. ഇത് പറയുന്നുണ്ട് ഫോംഡ് ബൈ ദ പ്രീഗൽ റിവർ ഇൻ കോണിക്സ്ബർഗ്. ഓക്കെ, അപ്പോൾ ഈ 2 ഐലൻഡ്സ് ഉണ്ട്, സി ആൻഡ് ഡി. ഫിഗർ നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ 2 ലാൻഡ് ഏരിയാസ് ഉണ്ട്, ബാങ്ക്സ് ഉണ്ട്, എ ആൻഡ് ബി. They are connected each other through bridges. Total 7 bridges ഉണ്ട്. സിന്ന് എയിലേക്കും സിന്ന് ബിയിലേക്കും 2 ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഡിന്ന് എയിലേക്കും ഡിന്ന് ബിയിലേക്കും 1 ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. സിന്ന് ഡിയിലേക്കും 1 ബ്രിഡ്ജ് കണക്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ദ പ്രോബ്ലം ഈസ് ടു സ്റ്റാർട്ട് അറ്റ് എനി ഓഫ് ദ ലാൻഡ് ഏരിയാസ് ഓഫ് സിറ്റി എ ബി സി ഡി. ഏതെങ്കിലും ഒരു ലാൻഡ് ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് walk over each of the 7 bridges exactly once and reach the starting point. ഏതെങ്കിലും ഒരു ലാൻഡ് ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എല്ലാ 7 ബ്രിഡ്ജസിൽ കൂടിയും എക്സാക്ട്ലി വൺസ് മാത്രമേ ട്രാവൽ ചെയ്യാൻ പറ്റൂ, റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുക. ഇതാണ് നമ്മുടെ കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം പറയുന്നത്. അപ്പോൾ ഓയിലർ റെപ്രസെൻറ്റഡ് ദ സിറ്റുവേഷൻ ബൈ മീൻസ് ഓഫ് എ ഗ്രാഫ്. ആ ഗ്രാഫാണ് ഇവിടെ കാണുന്നത്. എ ബി സി ഡി 2 ബ്രിഡ്ജസ് വീതം സിയിൽ നിന്ന് എയിലേക്കും സിയിൽ നിന്ന് ബിയിലേക്കും പോകുന്നതുകൊണ്ട് 2 എഡ്ജ് വെച്ച് കാണിച്ചു. ഓക്കെ, ഇനി അടുത്തത് യൂട്ടിലിറ്റീസ് പ്രോബ്ലം ആണ് നമ്മൾ നോക്കുന്നത്. യൂട്ടിലിറ്റീസ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ 3 ഹൗസസ് ഉണ്ടെന്ന് വിചാരിക്കുക, H1 H2 H3. നമുക്ക് മെയിനായിട്ട് വേണ്ട 3 യൂട്ടിലിറ്റീസ് ആണ്: വാട്ടർ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി. ഇവിടെ വാട്ടറിനെ W ആയിട്ടും ഗ്യാസിനെ G ആയിട്ടും ഇലക്ട്രിസിറ്റീനെ ക്യാപിറ്റൽ E ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ബൈ മീൻസ് ഓഫ് കണ്ട്യൂട്ട്സ് ആണ്. കണ്ട്യൂട്ട്സ് എന്ന് വെച്ചാൽ വയേഴ്സ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദ പ്രോബ്ലം ഈസ് ദാറ്റ് എല്ലാ ഹൗസസിലേക്കും ഈ 3 യൂട്ടിലിറ്റീസ് നമ്മൾ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം വിത്തൗട്ട് ക്രോസിങ് ഓവർ എനി കണ്ട്യൂട്ട്സ്. നമ്മൾ കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് പോസിബിൾ അല്ല. ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ കേസിലാണെങ്കിൽ ഈച്ച് ഓഫ് ദ 7 ബ്രിഡ്ജസ് എക്സാക്ട്ലി വൺസ് പോവാന്ന് പറയുന്നത് എന്തല്ല, പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഓയിലർ അതൊരു ഗ്രാഫായിട്ട് കാണിച്ചത്. ഇവിടെ ബ്രിഡ്ജസിനെ എഡ്ജസ് ആയിട്ടും ലാൻഡ് ഏരിയാസിനെ വെർട്ടീസസും ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. യൂട്ടിലിറ്റീസ് പ്രോബ്ലത്തിൽ എന്ന് വെച്ചാൽ ഹൗസസിനെ വെർട്ടീസസ് ആയിട്ടും അതുപോലെ തന്നെ നമ്മളിതിൻ്റെ കണ്ട്യൂട്ട്സിനെയാണ് നമ്മൾ എഡ്ജസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ കണ്ടില്ലേ, ഫസ്റ്റത്തേന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്, സെക്കൻഡാണ് അതിൻ്റെ ഗ്രാഫ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ കൂടെ കേർവ്ഡ് ആയിട്ടൊക്കെ എടുത്ത് മിക്സിങ് ഓവർ വരാതിരിക്കാൻ, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത 2 ആപ്ലിക്കേഷൻസ് കൂടി ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം.